ലോകോത്തര നിലവാരമുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ട് 5.5 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഞാനൊരു ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ ഒരു റെഫറൽ മാർക്കറ്റിംഗിൽ ആദ്യമായിട്ട് ഞാൻ കൈവച്ചത് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെയാണ്. അതിനു മുമ്പേ ഞങ്ങൾ ട്രഡീഷണൽ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡിലായിരുന്നു. എൻ്റെ അച്ഛനൊരു 45-50 വർഷം പല കമ്പനികളുടെ ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തു. ഞാൻ അച്ഛനോട് ചേർന്ന് ഞാൻ നിരവധി കമ്പനികളുടെ ഡിസ്ട്രിബ്യൂഷനിൽ വർക്ക് ചെയ്തിരുന്നു. കുർലോൺ, VIP ലേക്ക്, അഞ്ജലി സിൽസ് തുടങ്ങിയ നല്ല മൾട്ടിനാഷണൽ കമ്പനികളുടെ പല പ്രൊഡക്റ്റ് ഞങ്ങൾ വിപണിയിൽ വർഷങ്ങളോളം പല സ്റ്റേറ്റിൽ എനിക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു പ്രൊഡക്റ്റ് കൊടുക്കുന്നു, അതിന് പൈസ വാങ്ങിക്കുന്നു, ഒരു സാമ്പിൾ കാണിക്കുന്നു, ഓർഡർ എടുക്കുന്നു, പൈസ വാങ്ങിക്കുന്നു. ഈ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അന്നത്തെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ആ കമ്പനിക്ക് പറയാൻ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാവും. നമ്മൾ VIP ലഗേജിന്റെ ആളാന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയ ഓർഡർ കിട്ടും. അപ്പം നമ്മൾ ആ കമ്പനിനെ കണ്ടിട്ടാണ് നമ്മൾ ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ സ്കില്ല് വളരെ കുറച്ച് മതി. പക്ഷെ ഇവിടെ ഒരു 5.5 വർഷമായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, കഴിഞ്ഞ 10, 25, 30 വർഷമായിട്ട് നമ്മളെ കൊച്ചു കേരളത്തിലും നമ്മളെ ഭാരതത്തിലും ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന നിരവധി പ്രസ്ഥാനങ്ങൾ ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പല ആളുകൾ എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് നമുക്കത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഇൻഷുറൻസ് പോലും നമുക്ക് ഒരു ഏജൻസി എടുത്ത് ചെയ്യാൻ പറ്റാത്ത ചില ടേംസ് ആൻഡ് കണ്ടീഷൻ ഒരു കമ്പനിയായിട്ട് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് വളരെ താല്പര്യമില്ലായിരുന്നു. പക്ഷെ വൈകിയ സമയം അവസാനിക്കുന്ന സമയം എന്ന് പറയാമാണെങ്കിൽ, റിട്ടയർമെന്റ് എന്ന സമയമാണെങ്കിൽ പറയാം, ഏകദേശം 2019 ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ചെയ്യുന്ന ഒരു 14 വർഷമായിട്ട് ചെയ്യുന്ന, അതോടൊപ്പം സ്റ്റോക്ക് മാർക്കറ്റിലേയും കാട്ടും വിപണിയിൽ പല ആളുകളും പണം ഉണ്ടാക്കുന്നത് ആ സമയത്ത് ഒരു 6 വർഷം മുമ്പൊക്കെ ആളുകൾ ക്രിപ്റ്റോ കറൻസിയിലേക്ക് ആളുകൾ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം നമുക്ക് ഒരു ദിവസം സ്റ്റോക്ക് മാർക്കറ്റിൽ മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കമ്പനി, നല്ല കമ്പനികളിൽ ഹയസ്റ്റ് കയറാൻ പോകുന്നത് 20% ആണ്. 20% അന്ന് ചിലപ്പോൾ ഹയസ്റ്റ് കയറും. പക്ഷെ 20% വരുന്ന ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ട്രെൻഡിനനുസരിച്ചിരിക്കും. അപ്പോൾ ആ 20% വരെ ചിലപ്പോൾ മാക്സിമം കിട്ടാം. അത് വളരെ സാധ്യത കുറഞ്ഞൊരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്യുന്നു, ക്രിപ്റ്റോ കറൻസിയിലേക്ക് കൺവേർഷൻ തുടങ്ങി. ആളുകൾ ക്രിപ്റ്റോ കറൻസി വാങ്ങാനും ട്രേഡ് ചെയ്യാനും തുടങ്ങി. ആ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് വർഷം, ഞങ്ങളൊരു ഓർത്തഡോക്സ് ഫാമിലിയിൽ പെട്ട ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഫാമിലി ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇതൊരു ലീഗൽ ആയിട്ടുള്ള ഒരു സംരംഭം അല്ല. ഇങ്ങനെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഫീൽഡിൽ ഗവൺമെന്റ് അതിനായിട്ട് ഒരു റെഗുലേഷൻ കൊണ്ടുവരാത്തതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് അതിനെക്കുറിച്ചിട്ട് താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഇൻട്രസ്റ്റ് ഞാൻ മനസ്സിലാക്കിയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഞാൻ അതിന്റെ പുറകെ തന്നെ പോയിക്കൊണ്ടേയിരുന്നു. ക്രിപ്റ്റോ കറൻസി ഏകദേശം 5ാമത്തെ കറൻസി നമുക്കറിയാം. 2009 ബിറ്റ് കോയിൻ വന്നു. വർഷങ്ങൾക്ക് ശേഷം 2013 എത്തീരിയം, 14, 15, 16 ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് ഒരുപാട് കമ്പനികൾ വിപണിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. പല ആളുകളും രാത്രി കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ മില്യണേഴ്സായ വാർത്തകൾ നമ്മൾ പല സോഷ്യൽ മീഡിയ വഴിയും പല ഇന്റർനെറ്റ് വഴിയിലും നമ്മൾ കേൾക്കാൻ തുടങ്ങി. രാത്രി കിടക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരനായിട്ടൊരു വ്യക്തി രാത്രി കിടന്നുറങ്ങുന്നു, രാവിലെ എണീക്കുന്നു, മാർക്കറ്റ് വിപണി തുറന്നു നോക്കുമ്പോൾ അദ്ദേഹം വാങ്ങിച്ച ക്രിപ്റ്റോ കറൻസിന്റെ വില 10,000 ടൈംസ് ഒക്കെ വളർന്ന് 2000 മുതൽ 10,000 വരെ ഉള്ള ലെവലിലേക്ക് ഒറ്റയടിക്ക് കുതിച്ച് കയറി പണം ഉണ്ടാക്കുന്ന ആളുകളെ നമ്മൾ കാണാൻ തുടങ്ങി. പക്ഷെ പണം ഉണ്ടാക്കാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അത് നിയമപരമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള പേരിൽ ഞാൻ അത് ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ പോയ ഒരു യാത്രയുടെ ഇടയിലാണ് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ട്രേഡിംഗ് ഒക്കെ ചെയ്തു. പലപ്പോഴും ഭയന്നുകൊണ്ടാണ് തുറന്നു പറയാം. പലപ്പോഴും ഞാൻ വാലറ്റ് ഉപയോഗിക്കുന്ന സമയത്തൊക്കെ വളരെ ഭയന്നിട്ടാണ് ചെയ്തത്. പല കോളുകൾ വരുമ്പോൾ ഭയമായിരുന്നു. കാരണം ഇത് എന്തെങ്കിലും രീതിയിൽ പരസ്യമായാൽ പല ആളുകൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു കാലമായിരുന്നു. നമുക്കറിയാം, ഒരു 10 വർഷമൊക്കെ മുമ്പേ. അപ്പൊ വളരെ ഭയന്നിട്ടാണെങ്കിലും പക്ഷെ ഇതിന്റെ പൊട്ടൻഷ്യലും ഇതിന്റെ സാധ്യതയും ഈ ഇൻഡസ്ട്രിയിൽ വന്നത് കൊണ്ട് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടും ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ എന്തും തുടക്കത്തിൽ നമ്മളെ ഗവൺമെന്റ് ആയിക്കോട്ടെ, പല പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, ഇത് തുടക്കത്തിൽ തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവരല്ല എക്സ്പേർട്ട് അല്ല, അവർ ആ മേഖല കടന്നിട്ടല്ല അവർ ജോലിയിലേക്ക് വന്നിരിക്കുക. അവർ പഠിച്ചിരിക്കുന്ന വിഷയമൊക്കെ വേറെയാണ്. അപ്പൊ ലോകത്ത് പുതിയ ട്രെൻഡ് വരുമ്പോൾ എപ്പോഴും സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഇത് മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ഭരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണമെന്നില്ല. പിന്നീട് എന്ത് സംഭവിക്കും, കാലങ്ങൾ കഴിയുമ്പോൾ ഇത് ശരിക്കും ആളുകൾ ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. സത്യം എന്താണെന്ന് മനസ്സിലാകുന്ന സമയത്ത് പല ഗവൺമെന്റും പല റെഗുലേഷൻ കൊണ്ടുവരും. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഇന്ന്
ക്രിപ്റ്റോ കറൻസി ബിസിനസ് ചെയ്യുകയോ പ്രൊമോട്ട് ചെയ്യുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യുന്നത് നിയമപരമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല. നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യനെ ഈ റുപ്പി കഴിഞ്ഞ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തു. ഈ റുപ്പി ഇന്ന് വളരെ മനോഹരമായിട്ട് 6ഓളം ബാങ്കുകൾ ഇന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പുതിയ ഒരുപാട് ബാങ്കുകളിൽ ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ക്രിപ്റ്റോ വലിയ റെഗുലേഷൻ ഒക്കെ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പലതും പുറത്തു വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ഭാവിയിൽ ക്രിപ്റ്റോ കറൻസി നിയമപരമായിട്ട് നമുക്ക് ഇടപാട് നടത്താൻ പറ്റുന്ന കണ്ടീഷൻ ആയിക്കഴിഞ്ഞു. മാത്രമല്ല പല പേയ്മെന്റുകളും ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള പല കമ്പനികളും ഇന്ന് ക്രിപ്റ്റോ കറൻസി പേയ്മെന്റ് സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് നല്ലൊരു ശുഭവാർത്തയാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് എന്നെ ഒരാൾ റെഫർ ചെയ്തതല്ല. ഞാൻ PVC മെറ്റയ്ക്ക് മുമ്പായിട്ട് മിന്റ് എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസി ട്രയൽ റൺ നടത്തിയിരുന്നു. പേൾവെയിൻ ഇന്റർനാഷണൽ പറയുന്ന ഈ മഹത്തായ ഓർഗനൈസേഷൻ ആ മിന്റ് പ്രോഗ്രാമിൽ അട്രാക്ട് ചെയ്തിട്ട് ഞാൻ വന്നാണ്. എനിക്കൊരു സ്പോൺസറെ കിട്ടാൻ പോലും ദിവസങ്ങൾ എടുത്തു. കാരണം ഞാൻ പല ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു സ്പോൺസറെ കിട്ടില്ല. അന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പേൾവെയിനിൽ അന്ന് ആ കാലത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഡൽഹി സൈഡിൽ കുറച്ച് ആൾക്കാരെ വന്നിരിക്കുന്നത്. പിന്നെ പലയധികം സാഹസപ്പെട്ടു എന്ന് വേണം പറയാം. എനിക്ക് ഒരിക്കലും നമ്പർ കിട്ടൂല എന്ന് വിചാരിച്ച സമയത്ത് ഞാൻ ആദ്യം വിളിച്ച ഒരു കക്ഷി എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ ഒരു കോൺടാക്ട്സ് ഉണ്ട്, ഞാൻ ആ നമ്പർ തരാൻ പറഞ്ഞു. അങ്ങനെ ആ കോൺടാക്ട്സിലാണ് ഞാൻ പേൾവെയിനിൽ ജോയിൻ ചെയ്തതും കഴിഞ്ഞ 5.5 വർഷമായിട്ട് ഈ സിസ്റ്റത്തോടൊപ്പം നിൽക്കുകയും എൻ്റെ സ്പോൺസർ ഒരു ചെറുപ്പക്കാരനായിട്ടൊരു മനുഷ്യനാണ്. ഞാൻ ഇതുവരെ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. ഒരു 10 തവണയിലധികം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. കാരണം അദ്ദേഹം വേറൊരു ഇൻഡസ്ട്രിയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായില്ല. അതിൽ കൂടുതൽ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കാൻ പോയില്ല. അദ്ദേഹം നമ്മളത്രക്ക് ഒരുപാട് കമ്മീഷനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കാൻ പോയില്ല. കാരണം അന്ന് ഞാൻ തീരുമാനമെടുത്തു, എൻ്റെ ഫാമിലി ഞാൻ ഡിസ്കഷൻ ചെയ്തതിന് ശേഷം, പഠിച്ചതിന് ശേഷം ഞാൻ തീരുമാനിച്ചു ഇതെൻ്റെ ലൈഫാണ്, ഇതെന്റെ ഫാമിലിന്റെ ലൈഫാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം 5.5 വർഷം മുമ്പ് എൻ്റെ ഫാമിലിന്റെ സപ്പോർട്ടോട് കൂടി, എല്ലാവർക്കും എൻ്റെ മകൻ അറിയാം, കണ്ണൻ ഹരി എന്നൊക്കെ വിളിക്കുന്ന എൻ്റെ മകൻ എല്ലാവർക്കും അറിയാം, അവനുമായിട്ട് ചേർന്നുകൊണ്ട് തന്നെ ഞങ്ങൾ നിരവധി വീഡിയോ ഇന്റർനെറ്റിൽ ഗൂഗിളിലൊക്കെ നമുക്ക് ഒരുപാട് എങ്ങനെയൊക്കെ പറ്റും അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ യൂട്യൂബിലൊക്കെ നിരവധി വീഡിയോകൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്തു. ഏകദേശം 1300-ലധികം വീഡിയോസ് ഞങ്ങൾ ഷോർട്ട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തു. അങ്ങനെ വളരെ നല്ല ആളുകൾ ഇതിലേക്ക് അട്രാക്ട് ചെയ്തു വന്നു. നിർഭാഗ്യവശാൽ ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചില കംപ്ലൈന്റുകൾ പോയതിന്റെ പേരിൽ നമ്മളെ ചാനൽ ഗൂഗിള് അല്ലെങ്കിൽ യൂട്യൂബ് നമ്മളത് അവർ തടസ്സപ്പെടുത്തി. പിന്നീട് ഞാൻ എൻ്റെ പുറകെ പോയിട്ടില്ല. ഞാൻ വീണ്ടും തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ ലൈഫായി എടുത്ത ബിസിനസ്, എൻ്റെ ഫസ്റ്റ് ബിസിനസ്, ഇത് ഞങ്ങളെ ഫാമിലിയുടെ ലാസ്റ്റ് ബിസിനസ്സും പേൾവെയിൻ ഇന്റർനാഷണൽ ആയിരിക്കും തീരുമാനമെടുത്തതിന് ശേഷം വർക്ക് ചെയ്തു. ഭാഗ്യവശാൽ നമ്മളെ ടീമിൽ വന്ന മെമ്പേഴ്സ്, നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്ത ആളുകൾ, ഗ്രേറ്റ് ആയിട്ടുള്ള ഒരുപാട് പേഴ്സണാലിറ്റീസ് നമ്മളെ ഓർഗനൈസേഷനിൽ കടന്നു വന്നു. ഞാൻ വെറൊരു സിംഗിൾ ഒരാളെ വെച്ചിട്ടാണ് ആദ്യത്തെ 3-4 മാസം പോയത്. അദ്ദേഹത്തിന്റെ ടീമിൽ 2000 ആളുകൾ കർണാടകത്തിൽ വന്നു. മിസ്റ്റർ യോഗി സാറാണ്, എനിക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ യോഗി സാർ വന്നതിന് ശേഷമാണ് ഞാൻ 2000-ലധികം മെമ്പേഴ്സ് ആയതിനു ശേഷമാണ് ഞാൻ കേരളത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. മിസ്റ്റർ അശോക് കുമാർ ചെന്നൈ സാറിന്റെ ഗ്രൂപ്പിൽ ടീം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഏകദേശം 6000-ലധികം ഡിസ്ട്രിബ്യൂട്ടർ സ്ട്രെങ്ത് ഉള്ള ഒരു ടീമിനെ ഹോൾഡ് ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. കഴിഞ്ഞ 5.5 വർഷം നിരവധി ആളുകളുടെ ജീവിതത്തിൽ ചെറുതും വലുതായിട്ടുള്ള പല ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ എടുത്ത തീരുമാനം എനിക്ക് ഒരു ഭാഗ്യമുണ്ടായി. അങ്ങനെ എന്നെ കുറിച്ച് ഞാൻ ഏകദേശം ഒരു രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യമാണ്. ഞാനത് പറയുന്നത് എന്തുകൊണ്ട് വെച്ചാൽ, പേൾവെയിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന PVC മെറ്റ എന്ന് പറയുന്ന സ്മാർട്ട് കോൺട്രാക്ട് ടോക്കൺ നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ പ്രവർത്തിച്ച് നമ്മൾ മുമ്പോട്ട് പോകണോ എന്നതിൻ്റെ എന്ന ക്വസ്റ്റ്യനിൽ ഒരു ആൻസറാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. കാരണം നമുക്കറിയാം PVC മെറ്റ എന്ന് പറയുന്ന 3rd പ്രൊജക്റ്റ് ആണ്. ഫസ്റ്റ് പേൾവെയിന്റെ ഫസ്റ്റ് പ്രൊജക്ട് എന്ന് പറഞ്ഞ മിന്റ് കോയിൻ ആയിരുന്നു. PV മിന്റ് എന്ന് പറഞ്ഞൊരു കോയിൻ ആയിരുന്നു അവർ സ്റ്റാർട്ട് ചെയ്തത്. $1 തുടങ്ങി $110 എത്തിച്ച ഒരു കോയിൻ. അത് ട്രയൽ റൺ ആയിരുന്നു. അത് ആദ്യം അനൗൺസ് ചെയ്തിരുന്നു. വലിയ രീതിയിൽ അവർ പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. ഇന്റർനെറ്റിൽ മാത്രം ആളുകൾ കണ്ടു വാങ്ങിച്ചിട്ട് $110 എത്തിച്ചിട്ടാണ് അവർ ആ പ്രോഗ്രാം ക്ലോസ് ചെയ്തിരിക്കുന്നത്. അന്ന് ആ പ്രോഗ്രാമിൽ നമുക്ക് ഒരുപാട് വരുമാനം, നമ്മൾ തുടങ്ങുന്നത് മിന്റ് പ്രോഗ്രാമിലായിരുന്നു.
ആ സമയത്ത് ഈ മിന്റിന്റെ ഒരുപാട് തരത്തിലുള്ള വരുമാനം വാങ്ങിച്ച നിരവധി ലീഡേഴ്സ് ഇന്ന് ഇന്ത്യയിലും മറ്റു സംസ്ഥാനങ്ങളും കേരളത്തിലും ഉണ്ട്. അതിൽ മിന്റ് ഗ്രോത്ത് ഇൻകം, മിന്റ് പർച്ചേസ് ഇൻകം, മിന്റ് റവന്യൂ ഇൻകം, മിന്റ് സെല്ല് ഇൻകം, മിന്റ് ബൈ ഇൻകം, ഇങ്ങനെ നിരവധി ഇൻകം അതിലുണ്ടായിരുന്നു. അത് നിരവധി ആൾ വാങ്ങിച്ചു. അതിനുശേഷമാണ് അവർ രണ്ടാമത്തെ പ്രൊജക്റ്റ് ആയിട്ടുള്ള DP ഫാസ്റ്റ് ട്രാക്ക് ഇൻകം, ഓട്ടോ പൂൾ ഇൻകം, ടീം പെർഫോമൻസ് ഇൻകം ആയിട്ടൊക്കെ രണ്ടാമത് വന്നു. അതിനുശേഷം അവരെന്ത് ചെയ്തിരുന്നു, ബിഗ് ബൊണാൻസ 2020 എന്ന് പറഞ്ഞ പ്രോഗ്രാം കൊണ്ടുവന്നു. അതിനുശേഷം അതിലും വന്നു ഓട്ടോ പൂളും ടീം പെർഫോമൻസ് ഇൻകം ഒക്കെ. അതായത് നിരവധി ഇൻകം കഴിഞ്ഞ 5.5 വർഷം എന്റെ മുമ്പിൽ കൂടി വാങ്ങിച്ച നിരവധി ആളുകൾ ഓൾ ഓവർ ഇന്ത്യയിൽ. ഞാൻ പറഞ്ഞില്ല, എന്റെ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ 2000 ആൾ കർണാടകത്തിലാണ്. അതിനുശേഷമാണ് ഞാൻ കേരളത്തിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും ഇന്ന് നല്ല ഒരുപാട് സംസ്ഥാനങ്ങൾ ചെറിയ വലുതായ ടീമുകൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്റെ മുമ്പിൽ കൂടി ഒരുപാട് ആളുകൾ ആയിരങ്ങളും ലക്ഷങ്ങളും 10,000ങ്ങളും വാങ്ങിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരുന്നത്. വളരെ സന്തോഷമുള്ള കാര്യം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഈ മൊബൈൽ ഫോണില് ഞാൻ അന്ന് ഉപയോഗിച്ച സിമ്മും ഇന്ന് ഉപയോഗിക്കുന്ന സിമ്മും സെയിം ആണ്. ഈ ബിസിനസ്സിന് വേണ്ടി സത്യം പറഞ്ഞാല് പുതിയ സിമ്മുകളൊന്നും അന്ന് ഞാൻ ഉണ്ടാക്കി. എനിക്ക് 1-2 സിമ്മുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ആ മൊബൈൽ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് അന്ന് എന്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്ന നമ്പർ, എന്റെ ഭാര്യ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്പർ, എന്റെ ബന്ധുക്കൾക്ക് കൊടുക്കുന്ന നമ്പർ, എന്റെ സഹപാഠികൾക്ക് കൊടുത്ത നമ്പർ, 10ാം ക്ലാസ് ഒന്നിച്ച് പഠിച്ച സുഹൃത്തുക്കൾക്ക് കൊടുത്താൽ ദുബായിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൊടുത്ത സെയിം നമ്പർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ബിസിനസ് കഴിഞ്ഞ 5.5 വർഷമായി ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ പറയാൻ കാരണം 5.5 വർഷം കഴിഞ്ഞാൽ, ഇന്നും 5.5 വർഷം കഴിഞ്ഞാലും ഈ ഫോണിലേക്ക് വരുന്ന കോളുകൾ എനിക്കോ എൻ്റെ ഭാര്യക്കോ എൻ്റെ കുട്ടികൾക്കോ വളരെ സന്തോഷത്തോടു കൂടി എടുത്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എനിക്ക് സൃഷ്ടിച്ചു തന്നത് പേൾ വൈൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ മഹത്തരമായ പ്രസ്ഥാനമാണ്. സുഹൃത്തുക്കളെ, എൻ്റെ പല ആളുകളും എന്നെ പല കമ്പനികൾ പേരും പറഞ്ഞ് എൻ്റെ അടുത്ത് സമീപിച്ചിട്ടുണ്ട്. ഈ 5.5 വർഷത്തിനുള്ളിൽ പല ആളുകൾക്കും ഇന്ന് ആ നമ്പർ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. വിളിച്ചാൽ ചില ആള് കോണ്ടാക്ട്സ് നിൽക്കുന്നില്ല. ഇതിനൊരു കാരണമുണ്ട്. ഞാൻ ആ ഒരു പ്രസ്ഥാനത്തെ ചെറുതാക്കാൻ വേണ്ടി പറയുന്നില്ല. ദയവായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒരിക്കലും ഒരു പ്രസ്ഥാനത്തിനും എതിരായിട്ടുള്ള ഒരാളല്ല. പക്ഷേ നമ്മളെ ജീവിതം, നമ്മളെ ലൈഫ്, നമ്മളെ ടൈം, നമ്മളെ എനർജി നമ്മൾ എവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു പ്രധാന ചോദ്യത്തിന്റെ ആൻസർ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന കമ്പനി ഏത് മേഖലയിലായിരിക്കണം, അതാരാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കണം. അതിന്റെ ലോങ് ടേം വിഷൻ നമ്മൾ മനസ്സിലാക്കണം. ആ കമ്പനിക്ക് എന്തൊക്കെ പ്രൊജക്റ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ 8 മാസം പഠിച്ചിട്ടാണ് സുഹൃത്തുക്കളെ ഞാൻ പേൾ വൈൻ ഇന്റർനാഷണൽ വന്നത്. എന്നെ പുകഴ്ത്താനോ എന്നെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനല്ല ഞാൻ ഇത്രയും കാര്യം പറയുന്നത്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 5.5 വർഷമായിട്ട് ഈ ബിസിനസ് മാത്രം ചെയ്യുന്ന ആളുകൾ ഇന്ന് ലോകത്ത് അല്ലെ ഇന്ത്യയിൽ എത്രയും സക്സസ്ഫുൾ ആകുമ്പോൾ പല ബിസിനസ്സുകളിലേക്ക് മാറിപ്പോയ ആളുകൾ ഇന്ന് വളരെയധികം സാക്രിഫൈസ് ചെയ്യുന്ന ഒരുപാട് കോളുകൾ എനിക്ക് തന്നെ വരുന്നതുകൊണ്ടാണ് ഞാനിത് ആദ്യം തന്നെ ഒരു സൂചനയായിട്ട് നമ്മളെ മുമ്പിൽ നമ്മളിങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, PVC മെറ്റയിൽ വരുന്നതിന് മുമ്പേ DPയിലും മിന്റ് കോയിനിലും അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അവർ 3ാമത്തെ പ്രൊജക്റ്റ് ആയിട്ടുള്ള PVC മെറ്റയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 28ാം തീയതി 2 വർഷം പൂർത്തിയായ ഒരു പ്രോഗ്രാമാണ് PVC മെറ്റ എന്ന് പറയുന്ന ഗ്രേറ്റ് പ്രോഗ്രാം. ഈ 2 വർഷം കംപ്ലീറ്റ് അപ്ഡേഷനിലായിരുന്നു. ഇതിന്റെ ലീഡേഴ്സിനോട് എല്ലാവർക്കും അറിയാം, അപ്ഡേഷൻ നടന്നുകൊണ്ടേയിരുന്നു. പല പ്രോസസ്സും തടസ്സപ്പെട്ടേണ്ടിരുന്നു. ചിലപ്പോൾ ഒരു ദിവസത്തിന്റെ 2-3 മണിക്കൂർ മാത്രം നമുക്ക് ഓപ്പൺ ചെയ്തു തന്ന ഈ പ്രോഗ്രാം ഇന്ന് ഇന്ത്യയിൽ ഒരു ദിവസം ഒരു മാസം 1 കോടി രൂപയിലധികം വരുമാനം വാങ്ങിക്കുന്ന ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു പ്രസ്ഥാനം. നമ്മളെ ടീമിലോ എന്നെ സംബന്ധിച്ച് എൻ്റെ ടീമിൽ കേരളത്തിൽ മാത്രം 10-45 ആളുകൾ അധികം 1 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങിക്കുന്നവര്, അതിൽ 2 ലക്ഷം വാങ്ങിക്കുന്നവരുണ്ട്, 3 ലക്ഷം വാങ്ങിക്കുന്നവരുണ്ട്, 4 ലക്ഷം വാങ്ങിക്കുന്ന ആളുകൾ പോലും ഇന്ന് നമ്മൾ ഈ ഓർഗനൈസേഷനിലുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് അത്ര മഹത്തരമായ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഒരു പ്രസന്റേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് എന്ന് വേണം പറയാം. എൻ്റെ അനുഭവം. കാരണം ഞാൻ ഒരു ക്ലാസ് എടുത്ത പരിചയമുള്ള ഒരാളല്ല. ഞാൻ നേരത്തെ പറഞ്ഞു തരുന്നു, ഞാൻ ട്രെയിനർ അല്ല, ഞാനൊരു മോട്ടിവേറ്റർ അല്ല. ഞങ്ങൾ ഇവിടെ സത്യം വിളിച്ചു പറഞ്ഞു. ഞങ്ങളുടെ ടീമും ഞങ്ങളെ എടുത്ത ലീഡേഴ്സും നമ്മളെ മെമ്പേഴ്സും പാർട്ട്നേഴ്സും സത്യം മാത്രം വിളിച്ചു പറയുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഞങ്ങളത്.
നമ്മൾ ഇവിടെ അനുവർത്തിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ വലിയ ഹാളുകളിലേക്ക് ആളുകളെ പമ്പ് ചെയ്തിട്ട് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ടൈയും കോട്ടൊക്കെ ഇട്ട് വലിയ കാറുകളിൽ വന്ന് ഒരുപാട് ആളുകൾ പൂവൊക്കെ വാരി എറിയുന്ന ഒരു പ്രോഗ്രാം അല്ല. നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് നമ്മൾ ഹോം ബേസ്ഡ് ആയിട്ട് ഏത് സാധാരണക്കാരനും ഒരു വീട്ടമ്മയായാലും ഒരു ജോലിക്ക് പോകുന്ന വളരെ പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആരും പറയുന്നില്ല, പല ആളുകളും ഇന്നും പാർട്ട് ടൈം ആയിട്ടാണ്, വളരെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, സത്യസന്ധമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ വീട്ടിൽ ഒരാൾ തീരുമാനിക്കുന്നു ഞാൻ മാത്രം അറിഞ്ഞാൽ മതി എന്ന് തീരുമാനിച്ചാൽ അദ്ദേഹം മാത്രം അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റും. ഈവൻ അയാൾ അയൽവാസികളെയോ ഈവൻ അയാൾ റിലേറ്റീവിനോ ഈവൻ ബന്ധുക്കളെയോ അറിയിക്കാതെ പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് നമുക്ക് ആവശ്യമുള്ളത് ഒരു മൊബൈൽ ഫോൺ മാത്രമാണ്. ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഒരു മൊബൈൽ ഫോണും ഒരു ടീമിന്റെ പാർട്ടും നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വലിയൊരു അവസരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ. അപ്പോ 110 രൂപ കോയിന് എത്തിച്ച $1 തുടങ്ങി $110 എത്തിച്ച മിന്റ് കോയിനെ അവതരിപ്പിച്ച് സക്സസ്ഫുൾ ആക്കിയ ഒരു ഓർഗനൈസേഷനാണ് ഇപ്പോൾ നമ്മൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. PVC Meta, ദ സ്മാർട്ട് കോൺട്രാക്ട് ടോക്കൺ പവേർഡ് ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ലോഗനാണ് അവർ അടിച്ചിരിക്കുന്നത്. ദ സ്മാർട്ട് ടോക്കൺ പവേർഡ് ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ. അതായത് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഉള്ള കുറച്ചാളുകൾ, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി കുറച്ചുള്ള ആളുകൾ, ആ കുറച്ചുള്ള ആളുകളാണ് നമുക്ക് ഇന്ന് ഇവിടെ ഇരിക്കുന്ന 166 പാർട്ട്നേഴ്സ്, 166 മെമ്പേഴ്സ് അല്ലെങ്കിൽ 150 മെമ്പേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന 150-ലധികം വരുന്ന നമ്മളെ പാർട്ട്നേഴ്സ്. ഈ സിസ്റ്റം 2015-2018 DP ആയിട്ട് വരുമ്പോൾ അവരുടെ വെബ്സൈറ്റിൽ അവർ എഴുതി വെച്ചൊരു കാര്യമുണ്ട്. ഞാൻ ശരിക്കും അത് വായിച്ച ആളാണ്. 100 ബില്യൺ DP അന്ന് ഞാൻ വായിക്കുന്ന സമയത്ത് 7.5 ലക്ഷം കോടി ഇന്ത്യൻ മണി വരുന്ന ഒരു തുകയാണ് 100 ബില്യൺ DP ഞങ്ങളുടെ സെർവറിൽ ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറയുന്നത്. ഇത് ശരിയാണോന്ന് അറിയണ്ടേ? ഒരു വെബ്സൈറ്റ് ഇങ്ങനെ കണ്ടാൽ നമ്മൾ വിശ്വസിക്കോ? സുഹൃത്തുക്കളെ, അന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ സോഴ്സും ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്നുണ്ടോ? പാർഷല്ല, അവരൊരു കാര്യം കൂടെ അന്ന് പറഞ്ഞിരുന്നു, 100 ബില്യൺ DP ഞങ്ങളുടെ സെർവറിൽ ലോഡ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാതിൽ കൂടി ഞങ്ങൾ തുറന്നു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മളെ ഗ്രേറ്റ് ലീഡർ സുരേഷ് സാറൊക്കെ ചെന്നൈയിൽ പോയി അവിടുത്തെ ഏറ്റവും വലിയ ചാർട്ടേഡ് അക്കൗണ്ടിനെ കണ്ട് ഓഡിറ്റ് നടന്നിരുന്നു എന്ന് അന്വേഷിച്ച് വന്ന ആളാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ സുരേഷ് സാർ. എന്നാൽ നമ്മളൊന്നിച്ചില്ല, എന്നാലും അത്ര എഫർട്ട് ഇട്ട് ഇതിനെ കുറിച്ച് പഠിച്ച ഒരു ഗ്രേറ്റ് ലീഡറാണ് നമ്മുടെ സുരേഷ് സാറ്. ഇങ്ങനെ നമ്മളും അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പഠനങ്ങൾ നമ്മളെ രീതിയിൽ ചെയ്തപ്പോൾ 100% സത്യസന്ധമായിട്ടാണ് ഈ സിസ്റ്റം പറഞ്ഞിരിക്കുന്നത്. $100 ബില്യൺ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വില എത്രയാണെന്നറിയോ? ഇന്നത്തെ ശരിക്കും വില 9 ലക്ഷം പ്ലസ് ഒരു 1/2 കോടി കൂട്ടിക്കോ. 9.5 ലക്ഷം കോടിയുടെ 9.5 ലക്ഷം കോടിയുടെ സ്റ്റോറേജ് ഉള്ള ഒരു ഓർഗനൈസേഷൻ. നമുക്കിന്നറിയാം, ഇന്ന് കേരളത്തിലെ നമുക്കറിയുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഇന്ത്യയിലെ ഒരുപാട് കമ്പനികൾക്ക്, എത്ര കമ്പനികൾക്ക് അവകാശപ്പെടാൻ പറ്റും 9 ലക്ഷം കോടി ആസ്തിയുണ്ടെന്ന്? നമുക്ക് ഇന്റർനെറ്റ് സപ്ലൈ ചെയ്യുന്ന റിലയൻസ് പോലത്തെ, ജിയോ പോലത്തെ, ഐഡിയ പോലത്തെ, വഡാഫോൺ പോലത്തെ, എയർടെൽ പോലത്തെ കമ്പനികൾ നിങ്ങൾ അന്വേഷിച്ചോ? പല കമ്പനികൾ 50,000 കോടിക്ക് താഴെ ആയിരിക്കുമ്പോഴാണ് 9 ലക്ഷം കോടി DP സ്റ്റോർ ചെയ്തിരിക്കുന്ന ലോകത്തിലെ നമ്പർ 1 കമ്പനി വേൾഡ് ഇന്റർനാഷണൽ DP പ്രോഗ്രാമിൽ അത് കൂടി ഏകദേശം 15,000 കോടി രൂപ ഓട്ടോപോൾ കൊടുത്ത കമ്പനി. 15,000 കോടി രൂപ ഓട്ടോപോൾ കൊടുത്ത കമ്പനി. നിരവധി ആളുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനും അത്യാവശ്യം വാങ്ങിച്ച ആളാണ്. എൻ്റെ ഗ്രൂപ്പിൽ നിരവധി ആള്, കർണാടകത്തിൽ മാത്രം എനിക്ക് 25-ലധികം കോഴ്സ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. കർണാടകത്തിൽ മാത്രം കോഴ്സ് അച്ചീവേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് അവരെല്ലാം അതിന്റെ 200% വാങ്ങിച്ച ആളുകൾ, ചെറുതും വലുതായിട്ട് വാങ്ങിച്ചവർ നിരവധി. അത്രയും കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് സുഹൃത്തുക്കളെ നമ്മുടെ 3ാമത്തെ പ്രൊജക്റ്റ് ആയിട്ടുള്ള PVC മെറ്റയിലേക്ക് ഇപ്പൊ വന്നിട്ട് 2 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നമ്മളെ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ രാജാവായിട്ടുള്ള ബിറ്റ്കോയിൻ
എല്ലാവരും എന്തെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസി ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആദ്യം കയറി വരുന്ന പേര് ബിറ്റ് കോയിനും, അതില് വർധനവുണ്ടായിട്ടുള്ള വിലയും, 2.5 രൂപ മുതൽ 70 ലക്ഷത്തിലെത്തിയിരിക്കുന്ന കഥയും, അതുപോലെ കുറച്ചെണ്ണം വാങ്ങിച്ച് കോടീശ്വരമായിട്ടുള്ള കഥയെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. അത് പറയാൻ PVC മെറ്റ ആ കഥ തീർച്ചയായിട്ടും നാളെ പറയുന്നുണ്ടാവും. പക്ഷെ അതുകൂടാതെ ബിറ്റ് കോയിൻ കൂടാതെ എത്തീരിയം, ബിനാൻസ് അങ്ങനെയുള്ള നിരവധി കമ്പനികളും ഇങ്ങനത്തെ സ്റ്റോറി പറയുന്നുണ്ട്. അങ്ങനെ ഒരു 5-6 കമ്പനികൾ ആദ്യം സ്റ്റോറി പറഞ്ഞ് കേട്ടു. പിന്നീടാണ് 2013-14 കാലത്താണ് ശരിക്കും പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് നമുക്ക് ആധികാരികമായിട്ടുള്ള ചില വെബ്സൈറ്റുകൾ ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. അതുവരെ അതൊന്നും ഉണ്ടായില്ല. പലപ്പോഴും നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ഓരോ വാർത്തകളായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ 2013 നമ്മളെ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് പുറത്തു വന്നു. കോയിൻ മാർക്കറ്റ് ക്യാപ്പ് ബിനാൻസിൻ്റെതാണ്. ബിനാൻസ് സപ്പോർട്ട് ചെയ്യുന്ന ബിനാൻസിൻ പാർട്ട്ണർഷിപ്പുകളാണ് നമ്മളെ കോയിൻ മാർക്കറ്റ് ക്യാപ്പ്. ട്രസ്റ്റ് വാലറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന PVC മറ്റേത് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രസ്റ്റ് വാലറ്റ് ബിനാൻസിന്റെ ബാക്കപ്പിലാണുള്ളത്. അതേസമയത്ത് തന്നെ കോയിൻജെക്കോ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി അനലൈസിങ് വെബ്സൈറ്റ് 2014 വന്നു. അതിനുശേഷം ഇതിന്റെ വ്യക്തത ആളുകൾക്ക് കൂടി വന്നു വലിയ രീതിയിൽ അവയർനെസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നമുക്കറിയാം 10,000-കണക്കിന് ലിസ്റ്റഡ് കോയിൻസ് ഉണ്ട്. 10,000-കണക്കിന് ലിസ്റ്റഡ് കോയിൻസ് ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതില് വെറും 36 കമ്പനികൾക്ക് മാത്രമേ സ്വന്തമായിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ഉള്ളൂ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് 10,000-കണക്കിന് 20,000, 30,000 ക്രിപ്റ്റോ കറൻസി വിപണിയിലുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ബ്ലോക്ക് ചെയിനുള്ള കറൻസികളുടെ എണ്ണം വെറും 36 മാത്രമാണ് സുഹൃത്തുക്കളെ. ആ 36 കറൻസികളും സക്സസ്ഫുൾ ആയിട്ടുള്ള കറൻസി എന്ന് ചോദിച്ചാൽ ഇന്നും 10-12 കറൻസികൾ മാത്രമാണ് ഉള്ളത്. ബാക്കി സ്വന്തമായിട്ട് ബ്ലോക്ക് ചെയിൻ ഉണ്ടായിട്ട് പോലും ചലഞ്ച് ഫേസ് ചെയ്യുന്ന പല ക്രിപ്റ്റോകളാണ് ഇന്ന് വിപണിയിലുള്ളത്. അപ്പോഴാണ് ആളുകൾ ബിറ്റ് കോയിന്റെ കഥയും പറഞ്ഞ് നിരവധി ക്രിപ്റ്റോ കറൻസികൾ നമ്മളെ വിപണിയിൽ ഇറക്കുകയും നമ്മളെ സമീപിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ 5.5 വർഷമായിട്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നതുകൊണ്ട് തന്നെ നിരവധി ക്രിപ്റ്റോകൾ ഡെയിലി വരുന്നതും പോകുന്നതിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ എൻ്റെ മൊബൈലിൽ സെറ്റ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ദയവായിട്ട് PVC മെറ്റ എന്താണ്, ബിറ്റ് കോയിൻ എന്താണ് എന്നുള്ള തിരിച്ചറിയണം. മറ്റ് കറൻസികൾ എന്താണ് നമ്മൾ തിരിച്ചറിയണം. അതിന് നമുക്ക് കുറച്ച് പഠനങ്ങൾ ആവശ്യമുണ്ട്. ആ പഠനങ്ങൾ ഒരിക്കലും എന്ത് സംഭവിക്കില്ല, ഈ പറഞ്ഞ 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് നമുക്ക് എന്താണ് ബിറ്റ് കോയിൻ, എന്താണ് ക്രിപ്റ്റോ കറൻസി വിപണി എന്നതിനെ കുറിച്ച് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. വളരെ അത്യാവശ്യമാണ്. കാരണം കോയിൻജെക്കോ 2014 വന്നതിന് ശേഷമാണ് ആളുകൾ ഇതിനൊക്കെ മനസ്സിലാക്കിയത്. ഞാൻ ആദ്യം നിങ്ങളെ ശ്രദ്ധ, ഞാൻ PVC മെറ്റനെ കുറിച്ച് പറയുന്നുണ്ടാവും, അതുപോലെ നമ്മൾ ഇതിൽ വന്നിരിക്കുന്ന പുതിയ ഡെവലപ്മെന്റ്സിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ടാവും. പക്ഷെ അതിനു മുമ്പേ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എന്താണ് ബിറ്റ് കോയിൻ, എന്താണ് കോയിൻ മാർക്കറ്റ് ക്യാപ്പ്, അതിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ കറൻസികൾ നമുക്ക് നാളെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വിപണിയിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഒരു ചെറിയ സൂചന തരാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഓപ്പൺ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോയിൻജെക്കോന്റെ വെബ്സൈറ്റ് ആണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം പ്ലീസ്. ജനാർദ്ദൻ ബാബു സാറ് സ്ക്രീൻ കാണാല്ലേ സാറേ? ഹലോ സാർ, സ്ക്രീൻ കാണുന്നുണ്ടല്ലേ സാറേ? കാണാം സാർ, കാണാം. ഓക്കെ, താങ്ക് യു സാർ. ഇതാണ് നമ്മളെ കോയിൻജെക്കോന്റെ സ്ക്രീൻ. നമ്മൾ ഇതില് ഞാൻ ഇന്ത്യൻ റുപ്പീസ് ആക്കി കൺവേർട്ട് ചെയ്ത് വെച്ചിട്ട്, കാരണം ശരിക്കും ഇതില് ഡോളറാണ്, USD ആണ് കാണിക്കുക. കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആകാൻ വേണ്ടി ഞാൻ കോയിൻജെക്കോ എന്ന് പറയുന്ന ഈ ലോകത്തിലെ നമ്പർ 1 ആണ് കേട്ടോ. ലോകത്തിലെ ഇന്ന് ക്രിപ്റ്റോ കറൻസി അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് ചോദിച്ചാൽ 100% ആളുകൾ പറയും കോയിൻജെക്കോ ആണ്. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പ്ലീസ്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ ആദ്യം ക്രിപ്റ്റോ കറൻസിയുടെ വിപണി, അതുപോലെ ബിറ്റ്കോയിൻ, എത്തീരിയം, USDT, ബിനാൻസ്, ഇത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അതില് ഇപ്പൊ ഞാൻ മുകളിൽ കണ്ട ക്രിപ്റ്റോ കറൻസി എന്ന് പച്ച ലൈനിൽ കാണിക്കുന്നുണ്ട്. തൊട്ട് താഴെ ഗ്ലോബൽ മാർക്കറ്റ് ക്യാപ്പ്, അതായത് ഗ്ലോബൽ ആയിട്ടുള്ള മാർക്കറ്റ് വാല്യൂ, അതായത് ടോട്ടൽ ടേൺ ഓവർ ആണ് ഒരു വിപണിയിലെ മൊത്തം ക്രിപ്റ്റോ കറൻസിയും കൂടി ചേർത്ത് കിട്ടുന്ന എമൗണ്ട്. അതിൽ മുകളിൽ കാണാൻ പറ്റും. ഒറ്റ 10, 100, 1000, 14 ലക്ഷം, 10 ലക്ഷം കോടി, 10 കോടി, 100 കോടി, 1000 കോടി, 10000 കോടി, ലക്ഷം കോടി, 10 ലക്ഷം കോടി, 100 ലക്ഷം കോടി എന്ന് വെച്ചാൽ 184 ലക്ഷം കോടിയുടെ വിപണി മൂല്യം, മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രി എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം അത്രയും വിപണി മൂല്യമുള്ള എത്ര ഇൻഡസ്ട്രി ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾ ഫാർമകൾ ഒരു ഇൻഡസ്ട്രിയാണ്, നമുക്കറിയാം. ടെക്സ്റ്റൈൽ ഒരു ഇൻഡസ്ട്രിയാണ്, ടെലികമ്മ്യൂണിക്കേഷൻ ഒരു ഇൻഡസ്ട്രിയാണ്. ഇങ്ങനെ പല മേഖലയുണ്ട്. ബാങ്കിങ് ഒരു ഇൻഡസ്ട്രിയാണ്, ബാങ്കിങ് സെക്ടർ. ഞാൻ ട്രേഡിങ് ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പൊ ഈ വിപണിയുടെ മൂല്യം ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി, ഒരു ലീഗലായിട്ട് വന്ന ഒരു കാര്യങ്ങളും കഴിഞ്ഞ അടുത്ത കാലം വരെ ഇതിന്റെ ലീഗൽ കാര്യങ്ങൾ ചോദിച്ചാൽ കറക്റ്റായിട്ട് ഒരു ആൻസർ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞത് 184 ലക്ഷം കോടിയുടെ വിപണി. ഇത് അടുത്തായിട്ട് കുറഞ്ഞതാണ്. ഇന്നിപ്പോ 4% കുറഞ്ഞിട്ട്, 4.7% കുറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് 230 മുകളിൽ പോയതാ. ഈ അടുത്തൊരു 6 മാസം മുമ്പേ 230 ലക്ഷം കോടിക്ക് മുകളിൽ പോയതാണ്. ഒരു 2 വർഷം മുന്നേ 300 കോടിക്ക് മുകളിൽ വിപണി കയറിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. എനിക്ക് മാർക്കറ്റിൽ നിന്ന് ആ സമയത്ത് നന്നായിട്ട് എനിക്ക് ഇൻകം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 300 കോടിയൊക്കെ ഉണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് പൈസ നഷ്ടപ്പെടും. പ്രത്യേകിച്ച് ട്രേഡിങ്ങിൽ വരുമ്പോൾ. ട്രേഡിങ് തരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പല ആളും ശ്രദ്ധിക്കുന്നില്ല. ഒരു ക്രിപ്റ്റോ കറൻസി കണ്ടു, ആ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചിട്ട് അതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ കേട്ടു, വളരെ ഉഷാറുണ്ട് തോന്നും, നമ്മൾ ഇറങ്ങി പുറപ്പെടും. പക്ഷെ സംഭവിക്കുന്നത് ചിലപ്പോൾ ഒരു 6-7 മാസം അല്ലെ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് അവസാനം നിരാശയായിരിക്കും ഫലം. ഇത് സംഭവിക്കാതിരിക്കാനാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത്, നിങ്ങൾ വിപണി മൂല്യം എത്രയുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. 300 ലക്ഷം കോടിയുടെ വിപണി ഇപ്പാണ് 154 ലക്ഷമായി കുറഞ്ഞിട്ടുള്ളത്. അതായത് വിപണി മൂല്യം പകുതി കുറഞ്ഞിരിക്കുന്ന ടൈം എന്ന് വെച്ചാൽ ഇനി വിപണി തിരിച്ചു പോകുന്ന മാത്രമല്ല 300 ലക്ഷം കടന്ന് മുകളിലേക്ക് പോകുന്ന ഒരു കാലാണ് വരാൻ പോകുന്നത്. കാരണം എന്തുകൊണ്ടാ? റെഗുലേഷൻ ആയി കഴിഞ്ഞു പല ഗവൺമെന്റിന്. രാജ്യത്തിൽ CBDCയുടെ കംപ്ലീറ്റ് കറൻസികൾ ലോകത്ത് ആവാൻ 220ഓളം രാജ്യങ്ങൾ ഓൾറെഡി പുറത്തു വിട്ടു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ബിറ്റ്കോയിൻ. ഞാൻ ബിറ്റ്കോയിനിലേക്ക് ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യാൻ പോകുന്നു. ബിറ്റ്കോയിനിലേക്ക് നമ്മൾ ടച്ച് ചെയ്യുന്നതാ. വിപണി മൂല്യം ബിറ്റ്കോയിന്റെ മാത്രം 97 ലക്ഷം കോടി. ഇന്നത്തെ പ്രസന്റ് ആണ് കേട്ടോ. ബിറ്റ്കോയിന്റെ ഇന്നത്തെ വിപണി മൂല്യം 97 ലക്ഷം കോടി. അത് 100 ലക്ഷത്തിന് മുകളിലായിരുന്നു. ഇന്നിപ്പോ 3% കുറഞ്ഞിട്ടുണ്ട്. 97 ലക്ഷം കോടിയാണ്. എന്ന് വെച്ചാൽ 157 ലക്ഷം കോടിയിൽ നിന്ന് 100 ലക്ഷം കോടി കുറഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? ഒരു 80 ലക്ഷം കോടിയാണ് ബാക്കിയുള്ളത്. അതാണ് ഈ 20,000 കമ്പനികൾ ടോട്ടൽ ഹോൾഡ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 10 കമ്പനി കൂടി കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ ഒരു 70-80% കവർ ചെയ്യും. എന്ന് വെച്ചാൽ ആദ്യത്തെ 50 കമ്പനികളാണ് ഈ ഇൻഡസ്ട്രീനെ നിയന്ത്രിക്കുന്നത്. ഇവിടെ ബിറ്റ്കോയിൻ എന്ന് പറയുന്ന കറൻസി ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇന്നിപ്പോ അതിന്റെ വില കാണിക്കുന്ന 49 ലക്ഷം രൂപക്ക് മുകളിലാണ്. ഈ വിലക്ക് ഒരിക്കലും നമുക്ക് എന്ത് കിട്ടില്ല. പല ആളും കൺഫ്യൂഷൻ ആവുന്ന കാര്യമാണ്. ഈ വില കണ്ടിട്ട് ആളുകൾ വിചാരിക്കുന്ന ഈ വിലക്ക് ബിറ്റ്കോയിൻ ഒന്ന് വാങ്ങിക്കാൻ ഒരിക്കലും കിട്ടില്ല, നെവർ. ഇന്ന് ഇപ്പൊ 50 ലക്ഷം കൂട്ടി ഒരു 50,000 രൂപയുടെ കുറവ് ഇവിടെ കാണുന്നത്. 50 ലക്ഷം രൂപയാണെങ്കിൽ നമുക്ക് ബിറ്റ്കോയിൻ ഒരിക്കലും ആ വിലക്ക് കിട്ടില്ല. ഇന്ന് ബിനാൻസിൽ ഇപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ സമയത്ത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്നു. ആ സ്ക്രീൻഷോട്ടിൽ അതിന്റെ വില ജസ്റ്റ് ഇപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാൻ കാണിച്ചു തരാം. ഒരു 10 മിനിറ്റ് മുമ്പ് എടുത്ത സ്ക്രീൻഷോട്ടാണ്.
ഇതാ, ഇത് ബിനാൻസ് ഞാനിപ്പോ സ്ക്രീൻഷോട്ട് എടുത്താണ് കേട്ടോ. ബൈ 8:29 എടുത്തത്. 8:29 ബിനാൻസില് ബൈ ഇട്ടിരിക്കുന്നത് അതിന്റെ വില കണ്ട ഒറ്റ മുകളിൽ 56,89,339 അത് ചെറിയ ക്വാണ്ടിറ്റി ഉള്ളൂ. അടുത്ത പേജിലേക്ക് ഞാൻ പോകാം. താഴോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്നു. ഇപ്പൊ ഇവിടെ എത്തുമ്പോൾ 57 ലക്ഷമായി. 57 ലക്ഷം, 58 ലക്ഷത്തിന്റെ അടുത്തായി. അങ്ങനെ പോകുമ്പോൾ ഇത് 58 ലക്ഷം. നമുക്ക് ശരിക്കുമുള്ള ആളുകളുടെ അടുത്ത് കൃത്യമായ പ്രശ്നങ്ങളില്ലാതെ വാങ്ങിക്കുമ്പോൾ ഇന്നിപ്പോ ഒരു 58 ലക്ഷം രൂപയെങ്കിലും കൊടുത്താലാണ് നമുക്ക് ഒരു സിംഗിൾ ബിറ്റ് കോയിൻ കിട്ടുക. പക്ഷെ നമ്മൾ ഈ CoinGeckoയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ 50 ലക്ഷം കൂടിയില്ല. അതായത് ഒരു 8 ലക്ഷത്തിന് മുകളിൽ വില കൂടിയിട്ടാണ് വിപണിയിൽ വാങ്ങിക്കുകയും വിൽപ്പന ചെയ്യുന്നതിന്റെ അർത്ഥം. ഇത് പലപ്പോഴും ഞാൻ പറയാൻ കാരണം PVC മെറ്റയുടെ വില ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ട് ആളുകൾക്ക് ഇന്ന് PVC മെറ്റ ഇത്രയാണ് വില എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ വിപണിയിൽ വാങ്ങിക്കുന്ന എക്സ്ചേഞ്ചിലെ വിലയും സാധാരണ ഇങ്ങനെയുള്ള അനലൈസിങ് വെബ്സൈറ്റ്, പ്രത്യേകിച്ച് CoinGecko, കോയിൻ മാർക്കറ്റ് ക്യാപ്പ് പോലെയുള്ള എക്സ്ചേഞ്ചിലെ വില താരതമ്യേന വളരെ കുറവായിരിക്കും. ആ ഒരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്ര കാര്യം പറഞ്ഞാൽ. വീണ്ടും CoinGeckoയിലേക്ക് തിരിച്ചു പോകുന്നു. വെയിറ്റ് ചെയ്യണം. അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 10 20 കമ്പനി ഇടാകുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഒരു 50 കമ്പനിയിലേക്ക് വരുമ്പോഴേക്ക് താഴേക്ക് വരുമ്പോഴേക്ക് എന്ത് സംഭവിക്കും? അവരുടെ വിപണി മൂല്യം കുറഞ്ഞ് ഇങ്ങനെ വരുന്ന കാണാൻ പറ്റും. 50ാമത്തെ കമ്പനിയിൽ എത്തുമ്പോൾ 51ാമത്തെ കമ്പനിയിൽ എത്തുമ്പോൾ ഒരു 60 കമ്പനിയിലേക്ക് എത്തുമ്പോൾ അതിന്റെ റേറ്റ് വീണ്ടും കുറഞ്ഞ് ഒരു ഇപ്പം ഞാൻ 71ാമത്തെ കമ്പനി TIA എന്ന് പറഞ്ഞ കമ്പനിന്റെ വിപണി മൂല്യം എത്തിയിരിക്കുന്ന ഒറ്റ 10, 100, 1000, 15 ലക്ഷം, 10 ലക്ഷം കോടി, 10 കോടി, 100 കോടി, 1000 കോടിയാണ്. അതായത് 8,282 കോടി എത്തുമ്പോഴേക്കും അവര് നമ്മളെ കമ്പനി 71ാം സ്ഥാനത്തെത്തി. 71ാം സ്ഥാനത്തിരിക്കുന്ന കമ്പനിക്കാകെ 8,000 കോടിക്ക് മുകളിലെ ടേൺ ഓവർ ഉള്ളൂ, അല്ലെ ടോട്ടൽ അവർക്ക് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ. അപ്പൊ ഇത് 71ാമത്തെയാണ്. അപ്പൊ ഇനി താഴോട്ട് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊജക്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ CoinGeckoയിലുള്ള 200 കമ്പനികളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. വിപണിയിൽ വരുന്ന പുതിയ കറൻസികൾ ചാടിക്കേറി വാങ്ങിക്കുകയോ ഇടപാട് നടത്തേണ്ടതോ അല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കിട്ടാൻ തീർച്ചയായിട്ടും CoinGecko എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് എല്ലാവരും സമയം കിട്ടുമ്പോൾ പരിശോധിക്കണം. ഇവിടെ 130ാമത്തെ എത്തി. ഞാൻ ഏകദേശം താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും, സ്ക്രോൾ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാൽ ഒരു 200 കമ്പനിയിൽ എത്തുമ്പോഴേക്കും ഇതിന്റെ സ്ഥിതി എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 150ാമത്തെ സ്ഥാനത്തുമ്പോൾ എന്തായി? ഒറ്റ 10, 100, ഒറ്റ 1000, 15 ലക്ഷം, 10 ലക്ഷം കോടി, 10 കോടി, 100 കോടി, 1000 കോടി. എന്തായി? 150ാമത്തെ സ്ഥാനത്തെത്തുമ്പോൾ 8,000 കോടി എന്നുള്ളത് 3,000 കോടിയിലേക്ക് കുറഞ്ഞു. വീണ്ടും ഞാൻ സ്ക്രോൾ ചെയ്ത് പോകുന്നു താഴോട്ട് ഞാൻ സ്ക്രോൾ ചെയ്ത് പോകുന്നതിന്റെ കാരണം ഏകദേശം ഒരു 200ാമത്തെ കമ്പനി ആകുമ്പോൾ 20,000 കമ്പനിയല്ല, ഏകദേശം ഇന്ന് കണക്ക് പറഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ട് ഓടുന്ന ക്രിപ്റ്റോ കറൻസികൾ ലക്ഷങ്ങളാണ് കേട്ടോ. ഇന്ന് ഇവിടെയൊക്കെ സാധാരണ അത്യാവശ്യം ലിസ്റ്റ് ചെയ്ത കറൻസികളാണെന്ന് ഞാൻ പറഞ്ഞു 20,000. അതിന് മുകളിൽ ലക്ഷക്കണക്കിന് ക്രിപ്റ്റോ കറൻസി ഇന്ന് മാർക്കറ്റിൽ ഉണ്ട്. 200ാമത്തെ കമ്പനി ETHFI എന്ന് പറയുന്ന കമ്പനിയുടെ വിപണി മൂല്യം എത്തുമ്പോൾ ഒറ്റ 10, 100, 1000, 15 ലക്ഷം, 10 ലക്ഷം കോടി, 10 കോടി, 100 കോടി, 1000 കോടി എന്ന് വെച്ചാൽ 2,000 കോടി റുപ്യന്റെ ടോട്ടൽ വിപണി മൂല്യം ഉള്ള ഒരു കറൻസിയാണ് 200ാമത്തെ സ്ഥാനത്തുള്ളത് എന്ന് വെച്ചാൽ ഒറ്റ 10, 100, 1000, 15 ലക്ഷം, 10 ലക്ഷം കോടി, 10 കോടി, 100 കോടി, 1000 കോടി എന്ന് വെച്ചാൽ അതിനെ വീതിച്ചെടുത്താൽ 200ാമത്തെ കമ്പനി ആ ക്രിപ്റ്റോ കറൻസിനെ ഡിവൈഡ് ചെയ്ത് ഷെയർ ചെയ്ത് മെമ്പേഴ്സിന് വീതിച്ചു കൊടുത്താൽ 1 കോടി കിട്ടുന്ന എത്ര ആൾക്കാരുണ്ടാവും? 20,000 ആൾക്കാരാണ്. അതിൽ കൂടുതൽ കൊടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് പറ്റൂല. അതായത് 1 കോടി വാങ്ങിക്കുന്ന 20,000 ആളുകൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ കിട്ടുന്ന മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോഴാണ് ആളുകള് ഇതിന്റെ 6,000, 7,000 സ്ഥാനത്തൊക്കെ വരുന്ന കമ്പനികളിൽ ഒരാളുകൾക്ക് കോടികൾ വാഗ്ദാനം ചെയ്യുന്ന 10 കോടി, 100 കോടി, 200 കോടി വാഗ്ദാനം ചെയ്യുന്ന സുഹൃത്തുക്കളെ, ഇമ്പോസിബിൾ, ഒരിക്കലും നടക്കാത്ത കാര്യം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ഒന്നും കൂടി മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്, കാരണം ബിറ്റ് കോയിനെ ഒന്നും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്.
ബിറ്റ്കോയിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. തീർച്ചയായിട്ടും ഞാൻ കുറച്ച് സൂചനകൾ നമ്മൾ ഇന്ന് തരുന്നുണ്ടാവും. പക്ഷെ അവിടെ കൊണ്ട് പഠനം നിർത്താൻ പാടില്ല. ബിറ്റ്കോയിനെ കുറിച്ച് പൂർണ്ണമായ രീതിയിൽ മനസ്സിലാക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾക്ക് കൈപൊള്ളും, നമുക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടാവും. ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മോശമായ അനുഭവം ഉണ്ടാവും. ഞാൻ നേരെ പോകുന്നത് BTCയുടെ വെബ്സൈറ്റിലേക്ക് ഒന്ന് കയറാൻ പോകുന്നു. BTCന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള www.bitcoin.org. ഇവിടുത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. ഇൻഫോ ഇത് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആണ്. www.bitcoin.org. ഞാൻ അതിൽ ടച്ച് ചെയ്യാൻ പോകുന്നു. വളരെ ഒരു അത്ഭുതവും ഇല്ലാത്ത ഒരു സാധാരണ വെബ്സൈറ്റ്. ബിറ്റ്കോയിന്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോലാഹലം ഇല്ലാതെ വലിയ വലിയ ചിത്രങ്ങളോ വലിയ വലിയ എന്താ പറയണ്ടേ പോപ്പപ്പുകളൊന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ട് പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റ്. ഞാൻ ഇങ്ങോട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നു. ഇവിടെ അതിന്റെ ഇൻഡിവിജ്വൽസ്, ബിസിനസ്, ഡെവലപ്പേഴ്സ് ഇതായിട്ട് ബന്ധപ്പെട്ടില്ലേ ഫാസ്റ്റ് പിയർ ടു പിയർ ട്രാൻസാക്ഷൻ, വേൾഡ് വൈഡ് പേയ്മെന്റ്സ്, ലോ പ്രോസസിങ് ഫീസ്. അന്ന് അവർ ആ വെബ്സൈറ്റ് അടിച്ച സമയത്ത് ഉള്ള അത് തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു വരുന്നത് ഇവരൊരിക്കലും വെബ്സൈറ്റിനകത്ത് ഒരു ഗമ്മിക്കും കാണിക്കാറില്ല. ഒരു കാര്യങ്ങളും ഇവര് വലിയ അത്ഭുതം പോലെ ഇവിടെ കാണിച്ചിട്ടല്ല ആളുകളെ ഇന്ന് ബിറ്റ്കോയിൻ വാങ്ങിപ്പിക്കുന്നത്. ബിറ്റ്കോയിൻ നമുക്കറിയാം, അത് ഒരു ഡിജിറ്റ് ഇന്നത്തെ ഡിജിറ്റിൽ ഒരു ഡിജിറ്റിന്റെ വിലയാണ് 58 ലക്ഷം രൂപ. സുഹൃത്തുക്കൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ഈ ലോകത്ത് കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇവിടെ പല സാധനങ്ങൾ വാങ്ങിയും വിൽപ്പന ചെയ്യും, ഇടപാട് നടത്തുകയും എക്സ്ചേഞ്ച് ചെയ്യുകയും സ്വരൂപിക്കുകയും നമുക്കറിയാം. അവസാന കാലത്ത് നമുക്കറിയാം ഗോൾഡ്, ഡയമണ്ട്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മനുഷ്യൻ വാങ്ങുകയും സൂക്ഷിക്കുകയും ചെയ്തിട്ട് നമുക്ക് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ കഴിഞ്ഞ 14 വർഷം മുമ്പേ ഒരു 2.5-3 രൂപ വിലയുള്ള ഒരു സാധനം എന്ന് വെച്ചാൽ നമുക്ക് സ്പർശിക്കാൻ പറ്റാത്ത, ടച്ച് ചെയ്യാൻ പറ്റാത്ത, അനുഭവിക്കാൻ പറ്റാത്ത ഒരു ഡിജിറ്റ്, നമ്മളെ കാൽക്കുലേറ്ററിൽ കാണുന്ന ഒരക്കം, ഒരു ലൈറ്റിൽ ഇങ്ങനെ കത്തുന്ന ഒരക്കം, നിങ്ങളെ വാലറ്റിനകത്ത് ഒരു ലൈറ്റിൽ കാണുന്ന 1 എന്ന് പറയുന്ന ഒരക്കത്തിന് 57 ലക്ഷം രൂപ എന്തുകൊണ്ട് ആളുകൾ കൊടുക്കുന്നു? എന്തുകൊണ്ട് അങ്ങനെ വാങ്ങിക്കുന്ന ആ എമൗണ്ട്, ഇത്രയും വലിയൊരു എമൗണ്ട് വാങ്ങിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു ഗവൺമെന്റോ അല്ല ഒരു പ്രസ്ഥാനമോ ഒരു കോടതിയോ അതിനെതിരെ ഇതുവരെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചിന്തയാണ് ഞാൻ പറഞ്ഞത്. ഒരു ഡിജിറ്റ്, ഒരക്കത്തിന് 58 ലക്ഷം, 70 ലക്ഷം വരെ വന്നാണ്. ഇപ്പൊ നിലവിൽ 58 ലക്ഷം കൊടുത്ത് ഒരു ഡിജിറ്റാണ് നമ്മൾ വാങ്ങിക്കുന്നത്. 1 എന്ന് പറയുന്ന അക്കം, അത് 2 എന്ന് വാങ്ങിച്ചാണെങ്കിൽ എത്ര വേണം? അത് 5 എന്ന് വാങ്ങിക്കണം എത്ര വേണം? അത് 10 ആണെങ്കിൽ 5,80 ലക്ഷം രൂപ കൊടുക്കണം. 1 ഒരു ഡിജിറ്റ്, തൊട്ടിപ്പുറത്തൊരു 0 കൂടി ഇട്ടാൽ 5,80 ലക്ഷം വാങ്ങിക്കുമ്പോൾ എന്തുകൊണ്ട് ലോകത്ത് 160 രാജ്യങ്ങളും കുറെ ടെറിട്ടറിയും കുറെ ഗവൺമെന്റും കുറെ സുപ്രീം കോടതിയും പല രീതിയിലുള്ള ഗവൺമെന്റ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇതിനെതിരെ 14 വർഷമായിട്ട് ആരും ഒരു ശബ്ദം ഉയർത്തുന്നില്ല? അതിന്റെ കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ബിറ്റ്കോയിന് പകരം ബിറ്റ്കോയിൻ മാത്രമാണ് സുഹൃത്തുക്കളെ. ബിറ്റ്കോയിന് പകരം വേറൊരു ബിറ്റ്കോയിൻ ഇല്ല. ബിറ്റ്കോയിന്റെ വിപണി മൂല്യം നേരത്തെ കാണിച്ചു, 100 ലക്ഷം കോടി. ഇത് താഴെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക്, ഇത് PVC മറ്റൊരു കണക്ട് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ കുറച്ചും കൂടി റിലേറ്റഡ് ആയിട്ട് തോന്നും. Bitcoin is the first successful internet money based on peer-to-peer technology, whereby no central bank or authority is involved in the transaction and the production of the Bitcoin currency. എന്ന് വെച്ചാൽ ഇവിടെ ഒരു സെൻട്രൽ ബാങ്കിനോ ഒരു ഗവൺമെന്റിനോ ഇതിൽ യാതൊരു ബന്ധമില്ല. ഇറ്റ് വാസ് ക്രിയേറ്റഡ് an anonymous individual group under the name of Satoshi Nakamoto. The source code is available publicly as an open source project. Anybody can look at it and be part of the developmental process. എന്ന് വെച്ചാൽ ഇതിൽ ഒരു ഗവൺമെന്റോ ഒരു വ്യക്തികൾക്കോ
ഒരു പ്രസ്ഥാനത്തിനോ ഇതിൽ യാതൊരു ബന്ധമില്ല എന്ന് പറയുന്ന ഒരു വലിയ കഥ. ഇത് നമ്മളെ PVC മെറ്റലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെയിം, കുറച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, പക്ഷെ ഇതിന്റെ ഒന്നും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഭാഷയാണ് ഇന്ന് PVC മെറ്റൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ. പിയർ ടു പിയർ അതിന്റെ യൂസേജ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലും നിങ്ങൾ ഈ VTCയിൽ പോയി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വൈറ്റ് പേപ്പർ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ട്വിറ്റർ പേജിൽ നിങ്ങൾക്ക് മെമ്പർ ആവാം. അതിലൂടെ അവർ ട്വീറ്റ് ചെയ്യുന്ന പല കാര്യങ്ങൾ അറിയാം, ബിറ്റ്കോയിനെ കുറിച്ച് അറിയാം. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് ഇതിനെ ഫോളോ ചെയ്യുന്ന ഒരു ആയതുകൊണ്ട് PTC എന്ന് പറയുന്ന ബിറ്റ്കോയിൻ നമ്മൾ ഈ ഇന്റർനെറ്റിനെയും കാട്ടിയും പവർഫുൾ ആണെന്ന് ഞാൻ പറയും. ഇന്ത്യയിലെ വോഡാഫോൺ, എയർസെൽ, എയർടെൽ, ജിയോ തുടങ്ങിയ ഇന്റർനെറ്റ് നമുക്ക് അവൈലബിൾ ആക്കുന്ന, നമുക്ക് ഡാറ്റ സപ്ലൈ ചെയ്യുന്ന എല്ലാ കമ്പനികളും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചാൽ പോലും അതിൻ്റെ ഒരു 10% എത്തൂലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിലെ ഇന്റർനെറ്റ് നമുക്ക് സർവ്വലോകത്തിലും എത്തിക്കുന്ന വലിയൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അത് വെറും 12 ഫാമിലിയാണ് അതിന്റെ പാർട്ട്നേഴ്സ്. അതാരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് അവൈലബിൾ അല്ല. അവരാണ് ബിറ്റ്കോയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് ഇൻഫർമേഷൻ, കുറച്ച് ചെറിയ ഇൻഫർമേഷൻ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് 150 വർഷം മൈനിങ് ചെയ്താൽ പോലും അവസാനിക്കാത്തത്രയും വലിയൊരു പ്രൊജക്ട്. അപ്പൊ സ്റ്റാർട്ട് ചെയ്ത ആൾക്ക് 150 വയസ്സുണ്ടാവോ? എത്തുമോ? അപ്പൊ ഒരിക്കലും അത് തുടങ്ങിയ ആള് അവസാനിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയതല്ല ബിറ്റ്കോയിൻ. അതിന്റെ മൈനിങ്ങിന്റെ കണക്ക് പറയുന്നത് ഇനും 140 വർഷം, ഇപ്പൊ 14 വർഷം കഴിഞ്ഞു, ഇനും 140 വർഷം കണ്ടിന്യൂസ് മൈൻ ചെയ്തെടുത്താലും അവസാനത്തെ ക്രിപ്റ്റോ കറൻസി പുറത്തു വരാൻ പിന്നീട് സമയമെടുക്കുന്ന പറയുന്നത്. അപ്പോ ആ ബിറ്റ്കോയിൻ ഉണ്ടാക്കിയിരിക്കുന്ന മാസ്റ്റർ കമ്പ്യൂട്ടർ, അതിന്റെ പവർ, അതിന്റെ വലിപ്പം, അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ്, അതിനുവേണ്ട ഇൻഫ്രാസ്ട്രക്ചർ അത്ഭുതമാണ്. ഒരിക്കലും മനുഷ്യ മനസ്സിന് കണക്കൂട്ടാൻ പറ്റുന്നതിന് അപ്പുറത്താണ്. ഇതിന്റെ സർവർ ഫാമുകള്, ഇതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല സുഹൃത്തുക്കളെ. ഇതിന്റെ മൈനിങ് ഫാമിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോകേണ്ടതുണ്ട്. ക്രിപ്റ്റോന്റെ മൈനിങ് ചെയ്യുന്ന, ബിറ്റ്കോയിന്റെ മൈനിങ് ചെയ്യുന്ന ലോകത്തിലെ കുറെ കമ്പനികളുണ്ട്. കഴിഞ്ഞ 5-8 വർഷമായിട്ടാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് മൈനിങ് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അറിയുന്ന കുറെ പേരുകളാണ്. എന്നാലും ഞാൻ പ്രധാനപ്പെട്ട 1-2 കമ്പനികൾ പേര് പറയാം, നിങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുത്തോ. GenesisMining.com വെബ്സൈറ്റ് നേരിട്ട് പറയുന്നതാണ്. GenesisMining.com, GENESISIS mining.com എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ വെറും ക്രിപ്റ്റോന്റെ മൈനിങ് ചെയ്യുന്ന, അവർക്ക് തന്നെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലുണ്ട്, അതിൽ നിങ്ങൾ കയറാം. പക്ഷെ അവർ കഴിഞ്ഞ 4 വർഷമായിട്ട് പുതിയ യൂട്യൂബ് വീഡിയോസ് ഒന്നും അവർ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. കാരണം അവർ 10 വർഷത്തെ പ്രൊജക്റ്റ് ആണ്. അത് 10 വർഷം കഴിഞ്ഞാൽ അവർ യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്തെന്ന് വേണം പറയാം. 4 വർഷമായിട്ട് അവരെന്ത് ചെയ്തിട്ടില്ല, പുതിയ യൂട്യൂബ് ഒന്നും അവർ അപ്ലോഡ് ചെയ്തിട്ടില്ല. പക്ഷെ പഴയ വീഡിയോ നിങ്ങൾ കണ്ടാൽ നമുക്കറിയാൻ പറ്റും ഇത് എത്ര വലിയ പ്രൊജക്റ്റാണ്. മൈനിങ് ചെയ്യുന്ന പ്രൊജക്റ്റാണ് കേട്ടോ. ഞാൻ ഒരു മൈനിങ് ബന്ധപ്പെട്ടുള്ള വേറൊരു കമ്പനിയുടെ പേര് പറഞ്ഞുതരാം. റിയോട്ട് പ്ലാറ്റ്ഫോംസ് അറിയാം, RIOT, റിയോട്ട് പ്ലാറ്റ്ഫോംസ്.com. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് ബിറ്റ്കോയിനായിട്ട് ബന്ധമുള്ളതല്ല, ബിറ്റ്കോയിനെ മൈനിങ് ചെയ്യുന്ന ഒരു ഫാമാണ്. 11 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ഷെഡ്, ഒന്നല്ല പല ഷെഡുകൾ, 250 ഏക്കറിൽ 11 ഷെഡുകളിലായിട്ട് ക്രിപ്റ്റോ മൈനിങ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി മാത്രമാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ മൈനിങ് ഇതുവരെയുള്ള മീഡിയാസ് കണ്ടുപിടിച്ചിരിക്കുന്നത് ചൈനയിലാണ് ഏറ്റവും വലിയ മൈനിങ് ഉള്ളത്. രണ്ടാമത്തത് ടെക്സാസ്, ആ പേര് നമ്മൾക്ക് സുപരിചിതമാണ്. അമേരിക്കയിലെ ടെക്സാസ് എന്ന് വെച്ചാൽ പേൾ വെയിൻ പിറവിയെടുത്ത സെയിം സ്ഥലമാണ് അമേരിക്കയിലെ ടെക്സാസ്. ടെക്സാസിലാണ് റിയോട്ട് പ്ലാറ്റ്ഫോംസ് പ്രവർത്തിക്കുന്നത്. അതിന്റെ ബാക്ക് ബോൺ ആരെന്ന് വെച്ചാൽ ബ്ലാക്ക് റോക്ക്, കേട്ടിട്ടുണ്ടാവും. ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻസ് മാനേജ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കമ്പനിയാണ് ബ്ലാക്ക് റോക്ക്. $125 ബില്യൺ അവരുടെ നെറ്റ് വർത്താണ്. ഏകദേശം 12 ലക്ഷം കോടി റുപ്യ. അവര് മാനേജ് ചെയ്യുന്നത് വേറെയാണ് കേട്ടോ. അവരെ നെറ്റ് വർത്താണ് ഞാൻ പറഞ്ഞത്. അവര് മാനേജ് ചെയ്യുന്ന എമൗണ്ട് ഒന്നും ആർക്കും അറിയില്ല, ഒരു ചാനലുകാർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല.
അവർക്ക് അത് മാത്രമല്ല, അത് നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്താണ്. നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. ഒരു സാധാരണ കമ്പനിക്കൊക്കെ നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ടെക്സാസ് US ബേസ് ചെയ്തിരിക്കുന്ന റിയോട്ട് പ്ലാറ്റ്ഫോമിലെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഒരു ജസ്റ്റ് അവരൊരു മൈനിങ് എങ്ങനെ നടക്കുന്നത് കാണിക്കാൻ പറ്റില്ല. ഒറ്റ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാൻ വെയിറ്റ് ചെയ്യണം. വീഡിയോ ലോഡ് ആവുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ ഏർലി ബേർഡ് ഓഫറിനെ കുറിച്ചൊക്കെ കാണിക്കാനുണ്ട്. തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നമുക്കിത് അവസാനിപ്പിക്കാം. टाटा न्यू HDFC बैंक क्रेडिट कार्ड के साथ अप टू 10% सेविंग्स मिलते हैं। मैंने माना ഇതാണ് और शर्त हार गया। आप ये गलती मत करना। Get up to 10% savings with the Tata New HDFC Bank credit card. Apply. ഇതാണ് റിയോട്ട് പ്ലാറ്റ്ഫോംസ് INC. Hi, I'm David Schatz, the Senior Vice President of Operations here at Riot. Today, I'm excited to take you on a tour of Riot's Corsicana facility, our second facility, which will be the biggest Bitcoin mining facility in the world when completed. Since acquiring this site in 2022, our teams have made incredible progress transforming this 265-acre site into what it is today. As a result of this work over the past few years, we are now positioned to aggressively scale up our hash rate over the coming months. Here we are in building A1, our first completed 100 megawatt building on site. We've installed a total of 640 immersion tanks and have deployed the latest generation MicroBT miners within them. Corsicana will completely utilize immersion cooling technology to create the best possible operating conditions for our miners. Here in building A2, the structure is complete and immersion tanks are being deployed. Deployments and energization of miners is expected to begin over the coming weeks, with hash rate starting to come online this month. Now, here we are in building B1, our third 100 megawatt building. Throughout the month of June, our teams will begin installing immersion tanks and miners, with hash rate beginning to come online and finishing in July. During this year, Riot will complete the first phase of Corsicana, representing 400 megawatts of mining capacity and the addition of 16 exahash to our fleet, taking us to a total of 31 exahash when complete. Riot is the world's leader in immersion cooling for Bitcoin mining, and we're executing on a scale bigger than anyone in the industry. Our engineering, construction, operations, and miner maintenance teams are all working collaboratively and aggressively to finish this first phase, and we are extremely excited to now start showing you the results of this work. With the foundation we've built here at Corsicana, Riot has the largest and most predictable growth pipeline in the industry. Today, you've seen the speed and the efficiency at which this facility has been scaling up after its energization in April, an immediate path for more growth right in front of us. Our teams are committed to quickly turning this capacity into more and more hash rate for Riot. Stay tuned for more updates as we continue to power progress here at Corsicana. റിയോട്ട് കഴിഞ്ഞ മാസം പുറത്തുവിട്ട വീഡിയോ ആണിത്. കഴിഞ്ഞ മാസം അവർ ഒരു വർഷം മുമ്പേ വേറെ ഇതുപോലെ ആ ചാനലിൽ കയറി നമ്മൾ നോക്കി കാണാൻ പറ്റും. റിയോട്ട് പ്ലാറ്റ്ഫോംസ് .inc അല്ലെങ്കിൽ .com നിങ്ങൾ കയറി കഴിഞ്ഞാൽ അവരുടെ സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. കഴിഞ്ഞ ഒരു മാസം മുമ്പേ പുറത്തുവിട്ട വീഡിയോ ആണ്. ടെക്സാസിൽ, അമേരിക്കയിലുള്ള ടെക്സാസിൽ വരുന്ന ഒരു മൈനിങ്ങിന്റെ ഷെഡാണ്. അവിടെ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, 250-60 ഏക്കർ പ്രോപ്പർട്ടിയിലാണ് വെറും ക്രിപ്റ്റോ കറൻസി മൈനിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫാം എന്ന് വേണം പറയാം, അല്ലെങ്കിൽ ഒരു സെർവർ കമ്പ്യൂട്ടർ വെച്ചിരിക്കുന്ന ഒരു ഡാറ്റാ സെന്റർ എന്ന് വേണമെങ്കിൽ പറയാം.
അത്രയും കമ്പ്യൂട്ടറിന്റെ അത്രയും വലിയ കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് ഏകദേശം അവരിതിൽ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുന്നില്ല. ഏകദേശം ഒരു വർഷം അല്ലെ ഒരു മാസം 10 കോടി റുപ്യ ഇലക്ട്രിക്കൽ ബില്ല് മാത്രം 10 കോടി റുപ്യ ഇലക്ട്രിക്കൽ ബില്ല് മാത്രമാവുന്ന ഒരു ഫാം. അങ്ങനെ നിരവധി മൈനിങ് ഫാം വേൾഡ് വൈഡ് ആയിട്ടുണ്ട്. ചൈനയിലുണ്ട് ഏറ്റവും വലിയ മൈനിങ് ഫാം ഒക്കെ ഇരിക്കുന്നത്. റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം റഷ്യയിലാണ്. റഷ്യയില് ഭൂപ്രകൃതിയുടെ കുറച്ച് ഭാഗമാണ് ജനവാസമുള്ളത്. മറ്റ് ജനവാസ യോഗ്യമല്ലാത്ത പല സ്ഥലങ്ങളിലും ബിറ്റ്കോയിൻ മൈനിങ് ആയിട്ട് ബന്ധപ്പെട്ടതും ബിറ്റ്കോയിനായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാമുകൾ, അതുപോലെ പല ഐസ്ലാൻഡ് പോലത്തെ മഞ്ഞ് മൂടി കിടക്കുന്ന പല രാജ്യത്തിന്റെ പല ഏരിയയിലും ഇന്ന് ബിറ്റ്കോയിന്റെ മൈനിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നു സുഹൃത്തുക്കളെ. അങ്ങനെയാണെങ്കിൽ മൈനിങ് കമ്പനികൾ ഇത്ര വലുതാണെങ്കിൽ അവർക്ക് മൈനിങ് ചെയ്യാനുള്ള ബിറ്റ്കോയിൻ ഡെവലപ്പ് ചെയ്യുന്ന ആ മാസ്റ്റർ കമ്പ്യൂട്ടർ എന്തായിരിക്കും? അതിന് എത്ര കോടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കും? അവർക്ക് വിപണിയിൽ തന്നെ 100 ലക്ഷം കോടി വിപണി മൂല്യമുള്ള ഒരു ഉൽപ്പന്നം അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന കമ്പനിക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക എത്രയായിരിക്കും? അതുകൊണ്ടാണ് പല ആളുകളും നമ്മുടെ അടുത്ത് പറയുന്നത് ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ എക്സാമ്പിൾ പറഞ്ഞാൽ, ടാറ്റ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കമ്പനിയുടെ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു സേവനം സെല്ല് ചെയ്യുന്ന ഒരാള് അവർ പറയാണ് ഞാൻ ടാറ്റനെയും കാട്ടി വലിയൊരു പ്രസ്ഥാനമാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കണം. ഒരിക്കലും ടാറ്റനേക്കാളും വലുതാവാൻ പറ്റില്ല ടാറ്റയുടെ ഒരു ഉൽപ്പന്നം വിൽപ്പന ചെയ്യുന്ന ആൾക്കാർക്ക്. ഇതേപോലെ ബിറ്റ്കോയിനെ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ ബിറ്റ്കോയിൻ കമ്പനി അല്ലെ ബിറ്റ്കോയിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കൂ. എന്തുകൊണ്ടത് പറ്റുന്നത്? കാരണം അത് ആ അടുത്ത കോയിൻ അതിന്റെ അപ്ഡേഷൻ അതിന്റെ അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ടെക്നോളജി അതിൽ ഉപയോഗപ്പെടുത്തിയോണ്ടാണ്. നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ ഗ്രേറ്റ് PVC മെറ്റ എന്ന് പറയുന്നത് ഈ ഒരു ഫാമിലിയിൽ നിന്ന് ഉടലെടുത്താണ്, പിറവിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ PVC മെറ്റയിൽ ഏറ്റവും വലിയ ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ വൈറ്റ് പേപ്പറിനെ കുറിച്ചൊക്കെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ രവികുമാർ സാർ ഇന്നലെയും പറഞ്ഞതാണ്. അത്രയും വലിയ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസി ടോക്കൺ, സ്മാർട്ട് കോൺട്രാക്ട് ടോക്കൺ, NFT ടോക്കൺ എന്ന് പറയുന്ന മെറ്റാവേഴ്സ് ടോക്കൺ ആണ് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന PVC മെറ്റ. ബിറ്റ്കോയിന് 10-12 വർഷം എടുത്തതിനാണ് ഈ വില വന്നിട്ടുണ്ടെങ്കിൽ PVC മെറ്റക്ക് വെറും 2 വർഷമായിട്ടുള്ളൂ. ഇനി വരാൻ പോകുന്ന കാലം PVC മെറ്റ വേൾഡ് വൈഡ് ആയിട്ട് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. അപ്പൊ ആ ഫാമിലിയിൽ നിന്നായത് കൊണ്ട് തന്നെയാണ് ഞാൻ PVC മെറ്റ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നത്. നാളെ PVC മെറ്റ അല്ലാത്തൊരു കമ്പനി പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ എനിക്കൊരു സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ആ ഒരു ഫാമിലിയിൽ നിന്ന് വന്നാൽ മാത്രമേ നമുക്ക് ധൈര്യപൂർവ്വം പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂ. നമ്മൾ എന്തുകൊണ്ടാണ് ട്രസ്റ്റ് വാലറ്റ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം PVC മെറ്റ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ട്രസ്റ്റ് വാലറ്റിലാണ്. കാരണം ട്രസ്റ്റ് വാലറ്റിനെ ബാക്കപ്പ് ചെയ്യുന്നത് ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനിയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഗൂഗിൾ പേ എല്ലാവരും ഉപയോഗിക്കുന്നത്? പെട്ടെന്ന് ഒരു ഗൂഗിൾ പേന്റെ ഓഫീസ് കണ്ടിട്ടല്ല നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത്. കാരണം ഗൂഗിൾ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ബാക്കപ്പ് ഉള്ള ഒരു പ്രസ്ഥാനം. ഇവിടെയാണ് PVC മെറ്റയുടെ വലിയ ഭാവി കിടക്കുന്ന സുഹൃത്തുക്കളെ. PVC മെറ്റനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ വിളിച്ച ആളുകളായിട്ട് നമുക്ക് ഇരുന്നാൽ സംസാരിക്കാൻ പറ്റും, കൂടുതൽ അറിയാൻ പറ്റും. ഈവൻ PVC മെറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് കാര്യത്തിനും എൻ്റെ നമ്പർ ഓൾറെഡി അവൈലബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും വിളിക്കാം. നമ്മൾ 24 hours അതിന് വേണം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ ഈ PVC മെറ്റ മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നു. നമ്മൾ അവസാനത്തെ കമ്പനിയും PVC മെറ്റ ആയിരിക്കും. അപ്പോൾ PVC മെറ്റ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഉള്ള കാര്യം നമ്മൾ ആദ്യം വിശ്വസിക്കണം. അതുകൊണ്ട് ഒരിക്കലും PVC മെറ്റനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കമ്പനി അല്ലെ വരണമെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവണം. അത് ഏതായാലും സാധ്യതയില്ല. കാരണം കഴിഞ്ഞ 9 വർഷമായിട്ടുള്ള നിരന്തരമായ പഠനങ്ങളും ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളാണ് PVC മെറ്റയില് അവര് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതിന്റെ കാര്യം നമുക്ക് നിരന്തരമായ ക്ലാസ്സുകളിൽ നമ്മളെ ലീഡേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മാത്രമല്ല പല ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, PVC മെറ്റ എന്ന് പറയുന്ന പേൾവെയിൻ എന്ന് പറയുന്ന കമ്പനി റോത്ത്ഷൈൽഡ് ഫാമിലിയിൽ തന്നെ നമുക്ക് എന്താ ഉറപ്പ്? നിരവധി ഉറപ്പുകൾ ഉണ്ടാക്കിയതിനു ശേഷമാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ സംസാരിക്കുന്നത്.
നമുക്കറിയാം എ ഗെയിം എന്ന് പറഞ്ഞിട്ട് PVC മെറ്റ വരാൻ പോകുന്ന എ ഗെയിമിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി, വേറെ ഒന്നും മനസ്സിലാക്കണ്ട. നിങ്ങൾ PVC മെറ്റനെ പഠിക്കാൻ പോകണ്ട, ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് പഠിക്കണ്ട, ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഗെയിം വരാൻ പോകുന്നുണ്ട്, എ ഗെയിം എന്ന് പറഞ്ഞ പേൾവേയില് ഒരു എ ഗെയിം എന്ന് പറഞ്ഞൊരു ഗെയിം വരുന്നുണ്ട്. ആ ഗെയിം ആരുടേതാണെന്ന് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്യണം. അതിന്റെ ലൈഫ് എത്ര, അത് എത്ര കാലമായി തുടങ്ങിയിട്ടുണ്ട്, ആര് പ്രൊമോട്ട് ചെയ്യുന്ന പ്രസ്ഥാനം, അതിന്റെ ബാക്കപ്പ്, അത് മാത്രം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എത്തിപ്പെടുന്നത് റോത്ത്ചൈൽഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലിയിലേക്കായിരിക്കും സുഹൃത്തുക്കളെ. അവിടെതാണ് പേൾവേനും PVC മെറ്റയും. അതുകൊണ്ട് ദയവായിട്ട് ഒരിക്കലും ഒരു വേറൊരു ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഈ ധൈര്യത്തിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പല പ്രോഗ്രാമിലും ഞാൻ ആരും എതിരല്ല, ഞാനത് പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നതിന്റെ മെയിൻ കാരണം. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ PVC ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്. തൽക്കാലം ബിറ്റ്കോയിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നത് നിർത്താനേ പാടില്ല. നിങ്ങൾ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം, കോയിൻ ജക്കോയിൽ കയറിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. കോയിൻ ജക്കോയിൽ നിരവധി